ദേവൻ്റെ തിരുമന്ത്രം 7-ാം തന്ത്രത്തിലെ സദാശിവ സ്വരൂപമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത പാഠലിലേക്ക് കിടക്കാം. ശക്തിയും ചലനത്തോട് 4 ദിക്കിലും തിരിയും. ശക്തിയും മുഖമാറായി തുര്യരൂപത്തിൽ നിൽക്കും. ശക്തിയും ഭ്രൂമധ്യത്തിൽ വൃത്തിരൂപത്തിൽ നിൽക്കും. ശക്തി സ്വരൂപമായി നിന്നതും ശിവം മാത്രം. അപ്പോൾ ശക്തി ശിവന്മാർ എവിടെയാണ് കുടികൊള്ളുന്നത്? ശക്തി ചലനത്തോടു കൂടി 4 ദിക്കിലും നിൽക്കുന്നുണ്ട്. പിന്നെ ശക്തി മുഖമാറായി തുര്യരൂപത്തിലും നിൽക്കും. 6 മുഖമായി ശക്തി കുടികൊള്ളുന്നു. അപ്പോൾ 4 6 10. അപ്പോൾ 10 ദിശകളിലും ശക്തി ചലനത്തോടു കൂടി തുര്യരൂപത്തിൽ നിൽക്കുന്നു. സുഷുപ്തിക്കും ശേഷമുള്ള, അതായത് ജാഗ്രത് സ്വപ്ന സുഷുപ്തിക്കും ശേഷമുള്ള 4ാമത്തെ തലമായ തുര്യപദത്തിൽ ഇവിടെ 10 ദിക്കിലും ശക്തി കുടികൊള്ളുന്നുണ്ട് എന്നാണ് പറയുന്നത്. 8 ദിക്ക്, പിന്നെ മേൽദിക്ക്, കീഴ്ദിക്ക്, അങ്ങനെ 10 ദിക്ക്. 10 ദിക്കിലും ശക്തി കുടികൊള്ളുന്നു. ശക്തിയുടെ മഹാശക്തി വിശേഷങ്ങളെല്ലാം തന്നെ ഈ 10 ദിക്കിലും തുര്യരൂപത്തിൽ, അതായത് സുഷുപ്തിക്കും ശേഷമുള്ള തുര്യരൂപത്തിൽ, പരാരൂപത്തിൽ കുടികൊള്ളുന്നു. ശക്തിയും ഭ്രൂമധ്യത്തിൽ വൃത്തിരൂപത്തിൽ നിൽക്കും. ഈ ശക്തി ദേവിയാണ് ഓരോ സാധകൻ്റെയും ഭ്രൂമധ്യത്തിൽ, ആജ്ഞാചക്രത്തിൽ കുടികൊള്ളുന്നത് തുര്യരൂപത്തിൽ. ആരോടൊപ്പം? ശക്തി സ്വരൂപമായി നിന്നതും ശിവൻ മാത്രം. ശിവനോടുകൂടി ശക്തി ഒരു സാധകൻ്റെ ആജ്ഞാചക്രത്തിൽ മേളിച്ച് ഇരിക്കുന്നു. അപ്പോൾ ശക്തി ശിവന്മാരുടെ ഒരു മേളനമാണ് നമ്മുടെ ആജ്ഞാചക്രം. ആജ്ഞാചക്രത്തെ ആക്ടിവേറ്റ് ചെയ്യുന്നതോടുകൂടി ഒരാളുടെ ശക്തിയും ശിവനും ഉത്തേജിക്കപ്പെടുകയും അയാൾ തുര്യാവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. 10 ദിക്കിലും ഈ ശക്തി ശിവന്മാർ നിറഞ്ഞു നിൽക്കുന്നു. ഇതാണ് ഇവിടെ പറയുന്നത്. പിന്നെ നോക്കൂ, ഉണർന്ന് ഞാൻ ശിവത്തിനെ അവൻ തൻ്റെ കടാക്ഷത്താൽ പണിഞ്ഞു ഞാനെന്നുള്ളത്തിൽ പള്ളി കൊണ്ടിടുവോനെ പുണർന്നു ഭിന്നിച്ചു നിന്നേൻ അർക്കനും ഒളിതൂകുമാരുണർന്ന് നിന്നെല്ലാമായിരിക്കും ശിവത്തിൽ ഞാനും. ഞാൻ ശിവത്തിൽ ലയിച്ചിരിക്കുന്നു എന്നാണ് സാധകൻ പറയുന്നത്. അതാ ഉണർന്നു ഞാൻ. ഈ സാധന ചെയ്യുന്ന, ശിവസാധന ചെയ്യുന്ന, ശിവയോഗം ചെയ്യുന്ന സാധകൻ ഉണർന്നു കഴിഞ്ഞു, ശിവദർശനം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അവൻ തൻ്റെ കടാക്ഷത്താൽ, ശിവൻ്റെ കടാക്ഷത്താൽ എനിക്ക് ശിവദർശനം ലഭിച്ചു. ഞാനെന്നുള്ളത്തിൽ പള്ളി കൊണ്ടിടുന്ന ശിവനെ കണ്ടുണർന്നു. അപ്പോൾ എൻ്റെ ഉള്ളത്തിൽ പള്ളി കൊള്ളുന്ന ശിവശക്തിയെ ഞാൻ കണ്ടുണർന്നു. എന്നിട്ടോ പുണർന്നു ഭിന്നിച്ചു നിന്നേൻ അർക്കനും ഒളിതൂകുമാറ് ഉണർന്നു നിന്നെല്ലാമായിരിക്കും ശിവത്തിൽ ഞാനും. ആ പുണർന്നു നിൽക്കുന്ന ശിവശക്തികൾ പുണർന്നു നിൽക്കുന്ന ആ സൗന്ദര്യധാമത്തെ, ആ മഹാശക്തി വിശേഷത്തെ ഞാനിതാ അർക്കനും ഒളിതൂകുമാറുണർന്നു. അർക്കൻ എപ്രകാരമാണോ പ്രകാശം പൊഴിച്ചു നിൽക്കുന്നത്, അതേപോലെ എൻ്റെ മനസ്സിൽ ഈ ശിവശക്തികൾ പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ആ ശിവത്തിൽ ഞാൻ ലയിച്ചിരിക്കുന്നു എന്നാണ് തിരുമൂലദേവൻ ഇവിടെ പറയുന്നത്. അപ്പോൾ ശിവശക്തിയുടെ ദർശനത്താൽ പുളകിതഗാത്രനായി ആ ഒളിയിൽ, ശിവ ഒളിയിൽ നിറഞ്ഞു നിൽക്കുന്ന സാധകൻ്റെ ആ ഏറ്റവും ഉന്നതമായ അവസ്ഥ നാം ഇവിടെ കാണുന്നു. ഇത് മനസ്സിലാക്കണമെങ്കിൽ നാം ശിവഗീത മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ശിവഗീതയിലൊരു രംഗമുണ്ട്. അതായത് അഗസ്ത്യമുനി
ശ്രീരാമചന്ദ്രന് വിരാജദീക്ഷ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ വിരാജദീക്ഷ അനുഷ്ഠിക്കാൻ വേണ്ടി 4 മാസം നീണ്ടു നിൽക്കുന്ന വിരാജദീക്ഷ അനുഷ്ഠിക്കാൻ വേണ്ടി ശ്രീരാമചന്ദ്രൻ ചെല്ലുന്നു ഗോദാവരി തീരത്ത്. നമുക്കത് നോക്കാം. ഇതാ നോക്കൂ. അഗസ്ത്യമുനി ശ്രീരാമന് ഈ ദീക്ഷയുടെ ക്രമങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അദ്ദേഹം ആശ്രമത്തിലേക്ക് മടങ്ങി ഗോദാവരിയുടെ തീരത്ത് കുന്നിൻ മുകളിൽ ശ്രീരാമൻ ഒരു സദാശിവലിംഗം സ്ഥാപിച്ചു. ദീക്ഷ ആരംഭിച്ചു. ശരീരഭാഗങ്ങളിലെല്ലാം ഭസ്മം പൂശി ശിവലിംഗത്തെ ആരാധിച്ചുകൊണ്ടേയിരുന്നു. സഹസ്രനാമാവലി ജപിച്ചു. ശിവസഹസ്രനാമാവലി വളരെ പ്രധാനപ്പെട്ടതാണ്. ശിവസഹസ്രനാമാവലി അതിനെ പിന്നീട് വന്ന ആചാര്യന്മാർ കാച്ചിക്കുറുക്കി 32 ചുരുക്കിയുണ്ട്. നമുക്ക് സ്ഥിരം ചൊല്ലാവുന്നതാണത്. ഓം ശിവായ നമ, ഓം സുന്ദരേശായ നമ, ഓം ശംഭവേ നമ, ഓം ശങ്കരായ നമ, ഓം പശുപതയേ നമ, ഓം അഷ്ടമൂർത്തയേ നമ, ഓം സ്ഥാണവേ നമ, ഓം സർവജ്ഞായ നമ, ഓം സംഹാരമൂർത്തയേ നമ, ഓം അർദ്ധനാരീശ്വരായ നമ, ഓം സർവശക്തായ നമ, മഹാദേവായ നമ, ഗിരിശായ നമ, ഗിരീശായ നമ, ശശിശേഖരായ നമ, ഗംഗാധരായ നമ, ഭസ്മാങ്കരാഗായ നമ, നീലലോഹിതായ നമ, നീലകണ്ഠായ നമ, ധൂർജടേ നമ, വാമദേവായ നമ, ഉഗ്രായ നമ, ഓം ഭീമായ നമ, രുദ്രായ നമ, ക്രതുത്വംസിനെ നമ, ഓം സ്മരഹരായ നമ, ഓം മൃത്യുഞ്ജയായ നമ, ഓം ശർവായ നമ, കൃത്തിവാസേ നമ, കപാലകൃതേ നമ, ഓം ഈശാനായ നമ. ഇതാണ് ശിവസഹസ്രനാമാവലി ചുരുക്കി ചൊല്ലുന്ന മഹാമന്ത്രം, ശിവമന്ത്രം. ഇത് ഉരുക്കഴിച്ചാൽ തന്നെ ശിവസഹസ്രനാമാവലി ചൊല്ലിയ അതേ പ്രയോജനം കിട്ടുമെന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത്. അങ്ങനെ യാഗം ആരംഭിച്ചു. ഇദ്ദേഹം ശ്രീരാമചന്ദ്രൻ പഴങ്ങൾ മാത്രമേ കഴിച്ചിരുന്നുള്ളൂ, മറ്റൊന്നും കഴിക്കുമായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പഴവും നിർത്തി, എന്നിട്ട് ഇലകൾ മാത്രം കഴിച്ചു. പിന്നെ അതും നിർത്തി. പിന്നെ വെള്ളം മാത്രം കുടിച്ചു. ഇങ്ങനെ പിന്നെ അതും നിർത്തി, എന്നിട്ട് വായു മാത്രം ഭക്ഷിച്ചു. ശാന്തത, ഇന്ദ്രിയ നിയന്ത്രണം, എല്ലാ പുണ്യഗുണങ്ങളും അദ്ദേഹം പാലിച്ചു. ശുദ്ധമായ ഹൃദയത്തോടെ ഹൃദയത്തിൽ വസിക്കുന്ന മഹേശ്വര സാന്നിധ്യത്തെക്കുറിച്ച് നിരന്തരം ധ്യാനിച്ചുകൊണ്ടേയിരിക്കുന്നു. അത്യുന്നതൻ, അർദ്ധനാരീശ്വരൻ, 4 കൈകളും 3 കണ്ണുകളുമുള്ളവൻ, ചുവന്ന മിന്നൽ പോലെയുള്ളവൻ, ജടാധരി, കോടിക്കണക്കിന് സൂര്യന്മാരുടെ തേജസ്സുള്ളവൻ, പ്രഭാവലയമുള്ളവൻ, തണുപ്പുള്ളവൻ, അനേകം ആഭരണങ്ങൾ ധരിച്ചവൻ, പാമ്പിനെ പൂണുനൂലായി ധരിച്ചവൻ, പിന്നെ എല്ലാ ദേവന്മാരാലും അസുരന്മാരാലും വന്ദിക്കുന്നവൻ, 5 മുഖങ്ങളുള്ളവൻ, ശിരസിൽ ചന്ദ്രക്കല ധരിച്ചവൻ, ഡമരു പിടിച്ചവൻ, ത്രിശൂലൻ, ശാശ്വതൻ, കളങ്കമില്ലാത്തവൻ, നാശമില്ലാത്തവൻ. ഇപ്രകാരമുള്ള ശിവനെ നിരന്തരം 4 മാസം ധ്യാനിച്ചു. അവസാനം വായു മാത്രമേ ശ്രീരാമചന്ദ്രൻ ഭക്ഷിച്ചിരുന്നുള്ളൂ. ഒരു ദിവസം രാമൻ ഭയങ്കര ശബ്ദം കേട്ടു. നോക്കിയപ്പോൾ സമുദ്രമലർന്ന സമയത്ത് മന്ദരപർവ്വതം പുറപ്പെടുവിച്ച ശബ്ദത്തിനേക്കാൾ വലുതായിരുന്നു ആ ശബ്ദം. ശബ്ദം കേട്ട് ശ്രീരാമചന്ദ്രൻ അത്ഭുതത്തോടെ നോക്കി. ചുറ്റും പരന്നു കിടക്കുന്ന വലിയൊരു തേജസ് രാമൻ കണ്ടു. ആശയക്കുഴപ്പം ഇല്ലാതിരിക്കാൻ വീണ്ടും വീണ്ടും ചുറ്റും നോക്കി. ഒരു നിമിഷം രാമൻ അന്ധനായി. വെളിച്ചമില്ലാതെ മറ്റൊന്നും കാണാനില്ല. ആ വെളിച്ചത്തിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥ. ഇതെല്ലാം ഏതോ പിശാചുക്കളുടെ മായയാണെന്ന് രാമൻ ആദ്യം കരുതി. രാമൻ തൻ്റെ കോദണ്ഡവില്ല് കയ്യിൽ പിടിച്ചെഴുന്നേറ്റു. മന്ത്രശക്തിയാൽ അസ്ത്രങ്ങൾ അയച്ചു. ആഗ്നേയം, വരുണം, മോഹനം, വിഷ്ണു ചക്രം, രൗദ്രം തുടങ്ങിയ ആയുധങ്ങൾ ദിവ്യമായ കാളയുടെ നന്ദിയുടെ മേൽ
ശുദ്ധമായ ഭഗവാൻ എഴുന്നള്ളി ശ്രീരാമചന്ദ്രൻ്റെ മുന്നിൽ നിന്നു. അങ്ങനെ നീലകണ്ഠനായ പരമശിവനെ രാമൻ കണ്ടു. ചന്ദ്രനെ പോലെ സുന്ദരനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ ഇവിടെ ശിവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. എന്നിട്ടോ ദിക്പാലകന്മാർ തങ്ങളുടെ ഭാര്യമാരോടൊപ്പം അവരുടെ ദിവ്യവാഹനങ്ങളിൽ ഇരിക്കുന്നതും സാമവേദ സ്തുതികൾ ആലപിക്കുന്നതും രാമൻ കേട്ടു. രാമൻ ശിവനെ കൺകുളിർക്കെ കണ്ടു. ഒരു മിന്നൽ പിണർ പോലെയുള്ള ദേവിയെയും രുദ്രധ്യാനം ആലപിച്ച ശിവൻ്റെ പിൻഭാഗത്ത് ബ്രഹ്മാവാദി ദിവ്യന്മാരും അവിടെ നിൽക്കുന്നത് അദ്ദേഹം കണ്ടു. 4 വേദങ്ങളിൽ നിന്നും 4 വായകളിലൂടെ രുദ്രസൂക്തം ആലപിക്കുന്നത് രാമൻ കേട്ടു. പല ഋഷികളും അവർ അഥർവഗീതങ്ങൾ ആലപിച്ചു. ഗംഗാദേവിയും അരികിൽ നിൽക്കുകയും ഉമയുടെ അരികിൽ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് അവർ നിന്നു. അങ്ങനെയുള്ള ആ ശിവനെ കണ്ടതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ശിവദർശനം ലഭിക്കുന്നു. ശാന്തനും അനന്തനും ആയ പരമശിവൻ ശ്രീരാമന് മഹത്തായ വില്ലും അക്ഷയമായ അമ്പുകളും മഹാപാശുപതാസ്ത്രം എന്ന പരമോന്നത ആയുധവും നൽകി. ഇവിടെയാണ് പാശുപതാസ്ത്രം രാമൻ. ഞാനിവിടെ പറഞ്ഞത് വിരാജദീക്ഷയെക്കുറിച്ചിട്ടാണ്. വിരാജദീക്ഷയുടെ അവസാനം 4 മാസം നീണ്ടു നിൽക്കുന്ന ഈ വിരാജദീക്ഷയുടെ അവസാനം ശ്രീരാമചന്ദ്രൻ്റെ മുമ്പിൽ ശിവഭഗവാൻ വന്നു നിൽക്കുകയും പാശുപതാസ്ത്രം നൽകുകയും ചെയ്തു. ഇതാണ് രാമവിജയത്തിനുള്ള ഏറ്റവും വലിയ ആയുധം. ഈ ആയുധം തന്നെയാണ് ഇന്ന് ഭാരതത്തിൻ്റെ കൈവശവും ഉള്ളത്. നന്മയ്ക്ക് വേണ്ടി, ലോകസുഖത്തിന് വേണ്ടി, ലോകഹിതത്തിന് വേണ്ടി ഈ ആയുധം ഒരു പക്ഷേ ഭാരതം കൈക്കൊണ്ടിട്ട് കഴിഞ്ഞിരിക്കുന്നു. തന്മേനി തൻ ശിവലിംഗമായി നിന്നിടും. ഇവിടെ പറയാണ് തന്മേനി ശിവലിംഗമായി മാറി. സാധകൻ്റെ മേനി ഈ ധ്യാനത്തിന് ശേഷം, ഈ തപസ്സിന് ശേഷം സാധകൻ്റെ മേനി എന്തായി മാറുന്നു? ശിവലിംഗമായി മാറി. തന്മേനി ഞാനും സദാശിവനായിടും. അങ്ങനെ സദാശിവനും ഞാനും ഒന്നായി തീർന്നു, ഒറ്റ മേനിയായി തീർന്നു. തന്മേനിയെന്നും ശിവാനന്ദമായിടും. ആ മേനിയിൽ എൻ്റെ സാധകൻ്റെ മേനി ശിവാനന്ദം കൊണ്ട് നിറഞ്ഞു. തന്മേനി ആ പരാശക്തിയായിടും. ഈ മേനിയിൽ തന്നെ പരാശക്തിയും കുടികൊള്ളുന്നു. അപ്പോൾ ശിവശക്തികൾ എന്നിൽ വന്ന് നിറഞ്ഞു ലസിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഈ മഹായാഗത്തിന് ശേഷം, ഈ മഹായജ്ഞത്തിന് ശേഷം, ഈ മഹാധ്യാനത്തിന് ശേഷം ശിവശക്തി സാധകൻ്റെ മേനിയിൽ വന്ന് നിറഞ്ഞു നിൽക്കുന്നു. അങ്ങനെ സാധകനും ശിവശക്തിയും ഒന്നായി ചേരുന്ന കാഴ്ച നാം ഈ സദാശിവ സ്വരൂപത്തിൽ കാണുന്നു. അപ്പോൾ സദാശിവ സ്വരൂപ പൂജ കൊണ്ട് സദാശിവരൂപം നമ്മളുടെ ഹൃദയത്തിൽ പ്രകാശിക്കുകയും അങ്ങനെ സാധകനും ശിവശക്തിയും സദാശിവനും ശക്തിയും ഒന്നിക്കുകയും ചെയ്യുന്ന ഒരു അത്ഭുതകരമായ കാഴ്ച ഈ സദാശിവരൂപത്തിൽ നാം കാണുന്നു. ഓം ശിവായ തിരുമൂലർ ദേവായ നമഃ.